നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി മൊത്തം പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് എന്ന് ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും പറഞ്ഞു. ഭൂരിപക്ഷം നിങ്ങൾക്ക് തന്നെയാണ്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ കൃത്യമായ പ്രതിപക്ഷ ധർമ്മമാണ് നടത്തുന്നത്. ഞങ്ങൾ നിങ്ങളെ തകർക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയല്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, പക്ഷേ ഭരണഘടനാപരമായ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഏറ്റവും നിശിതമായി വിമർശിക്കും. അതിൽ ഒരു രീതിയിലും ദയവുണ്ടാവുകയില്ല. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ആ വജ്രായുധം തൊടുക്കാൻ ഒരുങ്ങുകയാണ്. അത് മറ്റൊന്നുമല്ല, ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. 240 സീറ്റുകൾ മാത്രമേ ലോക്സഭയിലുള്ളൂ എങ്കിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ 86 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എൻ ഡി എക്ക് പോലും കേവല ഭൂരിപക്ഷമില്ല. എന്നാൽ ലോക്സഭയിൽ എൻ ഡി എക്ക്, അതായത് മൊത്തത്തിലുള്ള മുന്നണി സംവിധാനത്തിന് കേവല ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന ഫലം അത് കോൺഗ്രസിന് അനുകൂലമായാൽ ബി ജെ പിയുടെ അംഗസംഖ്യ വീണ്ടും കുറയും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ദേശീയ ബജറ്റ്, അതായത് യൂണിയൻ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇടക്കാല ബജറ്റ് മാത്രമേ അവസാന ഭാഗത്ത് അവതരിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയുകയുള്ളൂ. യൂണിയൻ ബജറ്റിന് മുന്നോടിയായിട്ടായിരുന്നു രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ച. അതിൽ തന്നെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ടായി. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സമാനതകളില്ലാതെ നരേന്ദ്രമോദിയെയും സംഘത്തെയും കുടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. എല്ലാം നോക്കി വായിക്കേണ്ട ഗതികേടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ നീങ്ങാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്കുള്ളതാണ് എന്നുള്ള അവകാശവാദം കൃത്യമായി ഉന്നയിക്കും. അത് ബി ജെ പിയുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട ഔദാര്യമല്ല, ഭരണഘടനാപരമായി കോൺഗ്രസിൻ്റെ അവകാശമാണ്. 101 എം പിമാരുള്ള കോൺഗ്രസിന് അതിന് എല്ലാ അർഹതയുമുണ്ട്. 2014 37 എം പിമാരുണ്ടായിരുന്ന AIADMKക്ക് ഡോക്ടർ തമ്പിദുരൈ ആയിരുന്നു അവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നത്. അത് ബി ജെ പിയാണ് നിയമിച്ചത്. അതിനകത്ത് രാഷ്ട്രീയ കളികൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ AIADMKയും ബി ജെ പിയും വേർപിരിഞ്ഞ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മറ്റൊരു സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്നു. അൻപുമണി രാംദാസ് ഉൾപ്പെടെയുള്ള പട്ടാളി മക്കൾ കക്ഷിയുമായി ചേർന്നും അത്തരത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ പോരാട്ടം. അതൊരിക്കലും വില പോകില്ല എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മറ്റൊന്നുമല്ല, ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചില്ലെങ്കിൽ പാർലമെൻറ്റിൽ തന്നെ സമ്മേളനങ്ങൾ നടത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. സ്പീക്കർ ഓം ബിർളയുടെ മാത്രം റൂളിംഗ് കേൾക്കാനല്ല ഞങ്ങളിവിടെ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അർഹതയുള്ളപ്പോൾ അതിനെ തടഞ്ഞു വെച്ചാൽ അതിൽ ഉണ്ടാകുന്ന ഇനിയുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കൂടി തയ്യാറെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി.